കാശി! ഋഷി അറിയാതെ അലറി വിളിച്ചു പോയി. പക്ഷേ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവന്റെ മുഖം അത്ഭുതം കൊണ്ട് ഊറി. ഹിച്ചായ, നോ! അവിടെ കണ്ട കാഴ്ചയിൽ സാന്ദ്രയ്ക്ക് തന്നെ തലയിറങ്ങുന്ന പോലെ തോന്നി. അതെ, കാശിക്ക് നേരെ അവൾ തീർത്ത വെടി ഏറ്റുവാങ്ങിയത് ആൽബർട്ടായിരുന്നു. സാന്ദ്ര വെടിവെക്കുന്ന സമയത്ത് തന്നെ കാശി ആൽബർട്ടിനെ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നിർത്തി. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ് പോലും മിസ്സാവാതെ എല്ലാം ആൽബർട്ടിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. ആൽബർട്ട് അപ്പോൾ തന്നെ മരണത്തിന് കീഴടങ്ങി. സാന്ദ്ര എല്ലാം തകർന്നവളെ പോലെ അവിടെ ഇരുന്നു പോയി. ഋഷി ഈ സമയം കൊണ്ട് തന്നെ പാഞ്ഞു വന്ന് സാന്ദ്രയുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി. അപ്പോഴേക്കും സാന്ദ്ര ആകെ തകർന്നു പോയിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ 2 പോലീസ് ജീപ്പിൽ പോലീസുകാർ വന്ന് ഇറങ്ങുന്നു. ആൽബർട്ടിന്റെ ബോഡി റിക്കവർ ചെയ്യുന്നു. സാന്ദ്രയുടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെല്ലാം പെട്ടെന്നായിരുന്നു. സാന്ദ്രയുടെ തകർന്ന അവസ്ഥ കണ്ടിട്ട് കാശിക്കോ ഋഷിക്കോ യാതൊരു സഹതാപവും തോന്നിയില്ല. അവളെപ്പോലത്തെ എത്തിയ തങ്ങളുടെ സുഹൃത്തായി കണ്ടതിൽ അവർക്ക് അവജ്ഞ തോന്നി. ആൽബർട്ടിൽ നിന്നും താൻ ഇൻവെസ്റ്റിഗേഷൻ വഴി നേടിയെടുത്ത ഫയൽ കാശി തിരിച്ചു പിടിച്ചു. പെട്ടെന്നാണ് കാശിയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞാടുന്ന പേര് കണ്ടത് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, കാശി ഏട്ടനാണ്. ഗൗരിമോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏട്ടാ, എൻ്റെ ഗൗരിക്കൊന്നുമില്ലല്ലോ. കാശിയുടെ ഖണ്ഡം ഇടറിയിരുന്നു. അത് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാ, പെട്ടെന്ന് ഇതിലും കണ്ട പാവന്ന് പേടിച്ചു പോയി. BP ഷൂട്ട് ചെയ്തെന്നാ ഡോക്ടർ പറഞ്ഞു. ബോധം 1 മണിക്കൂർ പിടിക്കും. നീ എപ്പോഴത്തേക്ക് എത്തുമല്ലോ അല്ലേ? ഏട്ടാ, ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഋഷി അങ്ങോട്ടേക്ക് എത്തും. ഓക്കേടാ, എന്നാൽ ശരി. ഇവിടെ തറവാട്ടിലുള്ളവരെല്ലാവരും ഉണ്ട്. അവിടെ നീ ഭയപ്പെടണ്ട. ഏട്ടാ, ഞാൻ വൈകാതെ എത്തിക്കോളാം. അതും പറഞ്ഞ് കാശി ഫോൺ കട്ട് ചെയ്തു. അവൻ കണ്ണടിച്ച് ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞു. തൻ്റെ ഗൗരി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു തന്നതിന്. ആശുപത്രിയുടെ മുമ്പിൽ ഋഷിയുടെ കാർ വന്നു നിന്നു. കാശി അതിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അവൻ എത്രയും പെട്ടെന്ന് തന്നെ ഗൗരിയുടെ അടുക്കിലേക്ക് എത്താൻ കൊതി തോന്നി. പക്ഷേ കാലുകൾക്ക് വേഗത പോരാ എന്ന് അവന് തോന്നി. അവൻ ഓടിപ്പടഞ്ഞെത്തിയപ്പോഴേക്കും തറവാട്ടിലുള്ളവരെല്ലാവരും റൂമിലുണ്ടായിരുന്നു. ഗൗരിയുടെ അമ്മ ഗൗരിക്ക് എന്തോ കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് വാതിൽ തള്ളി തുറന്ന് കാശി അകത്തേക്ക് വന്ന്. പെട്ടെന്നുള്ള അവൻ്റെ വരവിൽ അവിടെയുള്ളവരെല്ലാവരും ഞെട്ടി. പിന്നെ കാശിയെ കണ്ടതും അവർക്കെല്ലാം സമാധാനമായി. പക്ഷേ ഇതൊന്നും കാശി ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവൻ്റെ കണ്ണ് അവൻ്റെ ഗൗരിയുടെ മേലായിരുന്നു. ഗൗരി അവനെ തന്നെ നോക്കിക്കാണുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ കാശിയുടെ അവശനായി പോയതുപോലെ അവൾക്ക് തോന്നി. വിയർത്ത് കുളിച്ചുള്ള അവൻ്റെ വരവ് കണ്ടതും അവൻ ഓടിപ്പോയി ഇറുകിയെ കെട്ടിപ്പുണരാൻ അവൾക്ക് തോന്നി. പക്ഷേ മുറിയിലെല്ലാവരും ഉള്ളതിനാൽ അവൾ ആ സാഹസത്തിന് നിന്നില്ലെന്ന് മാത്രം. കാശിക്കും ഗൗരിക്കും കുറച്ച് പ്രൈവസിക്ക് വേണ്ടി അജി അവരെല്ലാവരുടെയും പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഇന്നലെ കഴിക്കാം. ഇത്രയും നേരമായിട്ട് ആരൊന്നും കഴിച്ചില്ലല്ലോ, വായോ ക്യാൻറ്റീനിലേക്ക് പോവാം. അത് കേട്ടത് അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങിയതും കാശി ഡോറ് വലിച്ചടച്ച് കുറ്റിയിട്ട് കാറ്റുപോലെ ഗൗരിയുടെ അടുക്കിലേക്ക് പാഞ്ഞു വന്നു. ഗൗരി മോളെ. അവൻ്റെ ഇരുകണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ നുണക്കുഴികളായി വന്നു ചേരുന്നുണ്ടായിരുന്നു. ഗൗരിയും കരയുകയായിരുന്നു ആ സമയം. അവൾക്ക് കാശിയെ കണ്ട സന്തോഷത്തിൽ വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഗൗരി കാശിയുടെ ശരീരം മുഴുവൻ തൻ്റെ കൈകൾ കൊണ്ട് പരന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള ഭയമായിരുന്നു അവൾക്ക്. കാശിയേട്ടാ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഞാൻ വല്ലാതെ ഭയന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല പെണ്ണേ. ഒരു നിമിഷം സാന്ദ്ര നിന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയപ്പോൾ ഞാൻ അനുഭവിച്ച സംഘർഷം അതെത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോഴും കാശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മതി കാശിയേട്ട കരഞ്ഞ്, എന്തിനെങ്ങനെ കരയുന്നു? നമുക്ക് രണ്ടുപേർക്കും ഭഗവാൻ സഹായിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. അത് നമ്മൾ ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടത്. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കാശിയേട്ടനെ രക്ഷിക്കാൻ വരുന്നു. അത് പറയുമ്പോൾ അവൾ ഒരേ സമയം ചിരിക്കുകയും കരയുകയുമായിരുന്നു. അവൻ തൻ്റെ വലത് കൈയെടുത്ത് അവളുടെ കവിളിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, നീ എൻ്റെ ജീവനല്ലേ ഗൗരി, നീ ഇല്ലാതെ കാശി അത് പിന്നെ ഉണ്ടാവുമോ? അതും പറഞ്ഞ് അവൻ അവളുടെ കണ്ണുനീരാൽ കുതിർന്ന ചുണ്ടിൽ പതിയൊന്ന് മുത്തി. ഗൗരി, എന്താ കാശിയേട്ടാ? ഞാൻ നിന്റെ മാറിലൊന്ന് തലയാഴ്ച കിടന്നോട്ടെ മോളെ, ഉറങ്ങിയിട്ട് 1-2 ദിവസമായി. കാശി അങ്ങനെ പറഞ്ഞു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തൻ്റെ ഇരു കൈയും നീട്ടി അവനെ തന്നിലേക്ക് സ്വീകരിച്ചു. കാശി ഒട്ടും അമാദിക്കാതെ അവളുടെ മാറിൽ തൻ്റെ തലയാഴ്ച കിടന്നുറങ്ങി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് തറവാട്ടിലുള്ള റൂമിലേക്ക് വന്ന്. അപ്പോഴും കാശി ബെഡിൻ്റെ മറു സൈഡിലായി നല്ല ഉറക്കത്തിലായിരുന്നു. ആഹാ, ഇതിലിപ്പോൾ ആരാ പേഷ്യൻ്റ്? കളിയായി ഋഷി ഗൗരിയോട് ചോദിച്ചു. അതിന് ഗൗരി കാശിയെ നോക്കി ഋഷിക്ക് മനോഹരമായൊരു പുഞ്ചിരി നൽകി. എൻ്റെ കുട്ടി കുറേ ഓടി അറിഞ്ഞതാ, ഉറങ്ങിക്കോട്ടെ, ആരും ശല്യം ചെയ്യണ്ട, മുത്തശ്ശി പറഞ്ഞു. ജാനകി വന്ന് കാശിയുടെ തലയിൽ പതിയെ വാത്സല്യപൂർവ്വം തലോടി. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും കൂടെ അരവിന്ദോയുടെ അടുത്തേക്ക് ചെന്നു. എന്താടോ, എന്തിനാ താൻ കരയുന്നത്? സന്തോഷം കൊണ്ട് അരവിന്ദ്. ഗൗരി അവളൊരു പാവം കുട്ടിയാ. എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്ക് അരവിന്ദിനെ കിട്ടിയ പോലെ ഗൗരിക്കും അരവിന്ദിനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്ന്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കാശി മോനെ എൻ്റെ ഗൗരിക്ക് വേണ്ടി കിട്ടിയത്, അല്ലേ അരവിന്ദ്? അവനൊരു സിംഹക്കുട്ടിയാടോ. അങ്ങനെയൊന്നും നമ്മുടെ ഗൗരിക്കൊന്നും സംഭവിക്കില്ല. തനിക്കറിയാലോ, എനിക്കൊരുപാട് ബിസിനസ്സിൽ ശത്രുക്കളുണ്ടെന്ന്. ഇപ്പോഴൊരു പേടിയുണ്ട് മനസ്സിൽ. അതൊരിക്കലും എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നു, നമ്മുടെ 2 പെൺമക്കളെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു.
പക്ഷേ ഞാനിപ്പോൾ വളരെയധികം സന്തോഷമാണ്. എനിക്ക് കിട്ടിയ 2 മരുമക്കളും നല്ല ചുണക്കുട്ടന്മാരാ. മൂത്തവൻ ബിസിനസ്സിൻ്റെ രാജാവാണെങ്കിൽ മറ്റേയാൾ നിയമത്തിൽ പുലിയാ. എനിക്ക് ഇത് മതിയിടും. എൻ്റെ 2 പെൺമക്കളും ഹാപ്പിയാ. താനും ഹാപ്പിയല്ലേ ഭാര്യയെ? അയാളൊരു കുസൃതി ചിരിയാലെ ജാനകിയോട് ചോദിച്ചു. അപ്പോഴേക്ക് അവരുടെ മുഖം നാണം കൊണ്ട് പൂത്തുലഞ്ഞു. അരവിന്ദ്, ആളുകൾ ആരെങ്കിലും ശ്രദ്ധിക്കും. വയസ്സായി എന്നിട്ടാ ഇപ്പോഴും കുസൃതി പറഞ്ഞിരിക്കുന്നത്. അതും പറഞ്ഞവർ ഗൗരിയുടെ റൂമിലേക്ക് നടന്നു വന്നു. അപ്പോഴാണ് അരവിന്ദിന് ശ്വാസം നേരെ വീണത്. ഇതുവരെ ജാനകി കരഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ എന്താണ് സത്യം തനിക്കും അറിയില്ലായിരുന്നു. കാശിയുമായിട്ടുള്ള ഗൗരിയുടെ വിവാഹം തെറ്റായി മാറുമോ എന്ന് അവൾ ചിന്തിക്കുന്നൊരു ഭയം അരവിന്ദനുണ്ടായിരുന്നു. പക്ഷെ അത് ജാനകിയാണ്, നന്മ മാത്രമുള്ളവർ. അവൾക്ക് ഒരിക്കലും തെറ്റില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അയാൾ ആ നിമിഷം മനസ്സിലാക്കി. ഗൗരിക്ക് മറ്റു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളില്ലാത്തതിനാൽ തന്നെ വൈകിട്ടോടുകൂടി ഡിസ്ചാർജ് എഴുതി. എത്ര നിർബന്ധിച്ചിട്ടും ഗൗരി നടക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിന് സമ്മതിക്കാതെ കാശി അവളെ തൻ്റെ ഇരുകൈകളിൽ എടുത്തിട്ടാണ് കാറിലേക്ക് കൊണ്ട് ഇരുത്തിയത്. കാശിയുടെയും ഗൗരിയുടെയും സന്തോഷമാർന്ന ജീവിതം കണ്ട് ആ തറവാട്ടിലുള്ളവർക്കെല്ലാം സന്തോഷമായി. ഗൗരിക്കും കാശിക്കും മറ്റൊരു കൂട്ടാണ് തങ്ങൾ കണ്ടെത്തി കൊടുത്തിരുന്നെങ്കിൽ അവരൊരിക്കലും ഇത്ര സന്തോഷത്തിൽ കഴിയില്ലെന്ന് അവർക്കപ്പോൾ തോന്നി. രാത്രി ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിക്കുമ്പോഴാണ് കാശിയുടെ ഫോൺ റിങ് ചെയ്ത്. ഹലോ, കാശി ഹിയർ. സർ, SI ഫിലിപ്പാണ്. അത് പിന്നെ സാന്ദ്രമയുടെ ഇൻവെസ്റ്റിഗേഷനായിട്ട് സഹകരിക്കുന്നില്ല. സാന്ദ്രമേടോ? സാന്ദ്ര അത് മതി. ഷീസ് എ ക്രിമിനലോ? അതെന്താ മറന്നുപോയതാണോ? സോറി സർ, ഞാനപ്പോൾ അറിയാതെ. സഹകരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുന്നതിന് ഉത്തരം നൽകുന്നില്ലെന്നാണോ? നോ സർ, മാഡത്തിൻ്റെ മാനസികതയിൽ എന്തൊക്കെയോ തകരാറുള്ള പോലെ. അവിടുന്ന് കൊണ്ടുവന്നതിന് ശേഷം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു ഭാഗത്തേക്ക് മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതേ ഇരിപ്പോ. ഇടയ്ക്കിടയ്ക്ക് നാഥ്, നിന്നെ എനിക്ക് വേണമെന്ന് മാത്രം പറയുന്നുണ്ട്. അത്രയും നേരം ഫിലിപ്പ് അറിയത് കേട്ടുകൊണ്ടിരുന്ന കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ചാരുപടിയിൽ ആഞ്ഞടിച്ച്. സർ, കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ആ, ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം ഫിലിപ്പ്, ഞാനിപ്പോൾ ഋഷി അങ്ങോട്ട് പറഞ്ഞുവിടാം. ബാക്കി കാര്യങ്ങളത് ചെയ്തോളൂ. ഓക്കെ സർ. പിന്നെ സർ, മാഡത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഷീ ഈസ് ബെറ്റർ ഫീലിംഗ് നൗ. ഓക്കെ സർ, ഐ ആം സോറി ഈ രാത്രി വിളിച്ചതിന്. ഇറ്റ്സ് ഓക്കെ ഫിലിപ്പ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. അല്പനേരം കൂടി കാശി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് മനസ്സിൽ പല കണക്കൂട്ടലുകളും നടത്തി. പിന്നീട് വേഗം റൂമിലേക്ക് കയറി ചെല്ലുന്ന കാണുന്നു അലസമായി ധാവണി എടുത്തുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി പിന്നിടുന്ന ഗൗരിയാണ്. അവൾ മുടിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയതും അവളുടെ പുറം നല്ലവണ്ണം അനാവരണമായിരുന്നു. കാശി ഫോൺ തന്നെ മേശമേൽ വെച്ച് പതിയെ ഗൗരിയുടെ അടുക്കിലേക്ക് നടന്നു. ആളീ ലോകത്തൊന്നുമില്ലെന്ന് അവളുടെ മുഖഭാവം കണ്ടാൽ തന്നെ കാശിക്ക് മനസ്സിലായി. അവൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് പുറകിലൂടെ അവിടെ കെട്ടിപ്പുണർന്ന് കഴുത്തിൽ മുഖം പൂഴ്ത്തി. പെട്ടെന്ന് ഗൗരി ഒന്ന് ഞെട്ടിയെങ്കിലും തൻ്റെ പ്രാണനാണ് അടുത്തുനിന്ന് കണ്ടതും അവൾ തൻ്റെ ശ്വാസം ആഞ്ഞൊന്ന് വിട്ടു. എന്താ കാശേട്ടാ ഇത്? കഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങനെ പുറകിൽ കൂടെ വന്ന് മനുഷ്യനെ പേടിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ പേടിച്ചു പോയി. കുഞ്ഞുകുട്ടികളെ പോലെ പരാതി പറയുന്നവളെ കാശി മിഴിച്ചിമാ നോക്കിയെന്നു. എന്താ മോനെ കാശിയാതാ എന്നെ ഇങ്ങനെ നോക്കുന്നു? അവൾ തൻ്റെ ഇരുപുരികങ്ങളും ഉയർത്തി കുസൃതി ചിരിയാൽ അവനോട് ചോദിച്ചു. ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? അതെന്താ കാശിയേട്ടാ അങ്ങനെ ചോദിച്ച്? ഈ ഗൗരി എപ്പോഴെങ്കിലും കള പറഞ്ഞിട്ടുണ്ടോ? അവനില്ലെന്ന് വിലങ്ങനെ തലയാട്ടി. സത്യത്തിൽ നീ അഭിനയിക്കുന്നില്ലല്ലോ. നീ ശരിക്കും ആ സമ്പത്തിൽ നിന്ന് റിക്കവർ ആയിണ്ടോ മോളെ? ഗൗരി അതിന് കാശി അല്പസമയം നോക്കുന്നുണ്ട് പറഞ്ഞു. ഭയം ഉണ്ടായിരുന്നു കാശിയേട്ടാ, ഏട്ടൻ വരുന്നവരെ. പക്ഷെ എപ്പോൾ കാശിയേട്ടനെ രക്ഷിക്കാൻ വന്നോ ആ സമയത്തിൽ എൻ്റെ മനസ്സിൽ നിന്നും ഭയം എന്ന വികാരം എപ്പോഴും മാഞ്ഞു പോയിരുന്നു. ഗൗരി അവൻ ഇറുകെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവൻ്റെ ചുമലിൽ തലയച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. കാശി അവളെ വിടാതെ കെട്ടിപ്പുണർന്ന് തൻ്റെ വലത് കൈയാൽ അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടേയിരുന്നു. ഇനിയുള്ള തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണോ സങ്കടമാണോ വരാനിരിക്കുന്നതെന്ന് അവർക്കറിയില്ലെങ്കിലും ആ നിമിഷം അവർ ഇരുവരും തങ്ങളെ കൂട്ടിച്ചേർത്ത് ദൈവത്തിനോട് നന്ദി പറയുകയായിരുന്നു. എന്താ ഋഷി സാന്ദ്രയുടെ കാര്യം? എന്താവൻ കോടതികളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ടു. ആളിപ്പോൾ നോർമലെന്നാണ് കോടതിയുടെ അഭിപ്രായം. പിന്നെ ആൽബർട്ട് മരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ സാമ്രാജ്യം അതോടുകൂടി തകർന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട് നാഥ ആരാണെന്ന്. ഋഷി ഒരു കണ്ണിറുക്കി ചിരിയാലെ കാശിയോടായി പറഞ്ഞു. അതിന് കാശി തൻ്റെ കൈമുഷ്ടി ഉരുട്ടി ഋഷിയുടെ വയറിനൊന്ന് കൊടുത്തു. എന്താണ് കോപ്പി നിനക്ക്? മനുഷ്യൻ്റെ വയറ്. നീ ഇത് ചോദിച്ചു വാങ്ങിയതാ? കാശി അവനൊന്ന് പൂച്ചിച്ചു. അതിന് മറുപടിയായി ഋഷി അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ഋഷിയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് കാശിക്ക് ചിരി വന്നു. വാടാ, എന്താ നിനക്കൊരു ചായ? ചായ മാത്രം പോരാ, പൊറോട്ടയും ബീഫും കൂടി വാങ്ങിത്തരണം. ഓ, ഇവരെ കൊണ്ട് ചായ ചോദിക്കേണ്ടില്ലായിരുന്നു. ശരി, വന്നു കൂട്, എന്താണെന്ന് വെച്ചാൽ വാങ്ങിത്തരാം. ലണ്ടൻ. അച്ഛാ. എന്താ ദീപു കാര്യം? അപ്പോൾ അച്ഛനൊന്നും അറിഞ്ഞില്ലേ? നീ കാര്യം പറയടാ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാണ്ട്. ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ഷെയറെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ന്യൂലി ഇറക്കിയ പ്രൊഡക്റ്റ് പറ്റ ഫ്ലോപ്പാണെന്നാണ് കിട്ടിയ വിവരം. ഇങ്ങനെ പോയാൽ അടുത്തൊരു മാസം കൊണ്ട് തന്നെ നമ്മുടെ കമ്പനി പൂട്ടി കെട്ടേണ്ടി വരും. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഈ പ്രൊഡക്റ്റ് വഴി നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച് എല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെ ആയില്ലേ? ശേഖരൻ തമ്പി അയാൾ കുറേ സമയം കണ്ണടച്ചെന്തോ ആലോചിച്ചിരുന്നു. അച്ഛാ, അച്ഛനത് കുറേ നേരമായിട്ട് ആലോചിച്ചിരിക്കുന്നു. ഈ പ്രശ്നത്തിന് എത്രയും സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ നമ്മുടെ കിടപ്പാടക്കം പോകും. പിന്നെ നമ്മൾ തെരുവിലേക്കായിരിക്കും ഇറങ്ങേണ്ടി വരിക. അങ്ങനെയൊന്നും നമ്മൾ തെരുവിലേക്കൊന്നും ഇറങ്ങേണ്ടി വരില്ല മോനെ.
എൻ്റെ കയ്യിൽ അതിനുള്ള ഐഡിയ ആദ്യം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ എന്ത് കരുതി നിൻ്റെ അച്ഛനൊരു പൊട്ടനാണെന്നോ? ഇതൊക്കെ ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഞാനന്ന് ജിജി ഗ്രൂപ്പായിട്ടൊരു അലയൻസിന് മുന്നിട്ടിറങ്ങിയത്. നിനക്ക് ഓർമ്മയില്ലായിരുന്നോ കഴിഞ്ഞ മാസം നമ്മൾ അരവിന്ദുമായിട്ട് അയാളുടെ ഇളയ മകൾ നിനക്ക് വേണ്ടി ആലോചിച്ചതൊക്കെ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദീപുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തിളങ്ങി. പക്ഷെ പിന്നീട് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച് കാരണം ഞാൻ അതിൻ്റെ തിരക്കിലായി പോയി. എന്തായാലും അരവിന്ദനെ ഒന്ന് കാണണം എത്രയും പെട്ടെന്ന്. എന്നാൽ അവർ ഒട്ടും വൈകിപ്പിക്കേണ്ട അച്ഛാ, നമുക്കിപ്പോൾ തന്നെ പോവാം. വൈകിയാൽ ചിലപ്പോൾ അയാൾ നമ്മുടെ കമ്പനി തകർച്ചയിലാണെന്ന് അറിയാൻ സാധ്യതയുണ്ട്. ഇപ്പം അങ്ങനെ ആരും അധികം അറിഞ്ഞിട്ടില്ല. എല്ലാവരും അറിയുന്നതിന് മുന്നേ നമുക്ക് ജിജി ഗ്രൂപ്പായിട്ടൊരു ബന്ധം നേടിയെടുക്കണം. ഞാൻ അവരുടെ മകളെ യുവാൻ കഴിച്ചാൽ പിന്നെ അയാളുടെ കമ്പനി വെച്ച് തന്നെ നമുക്ക് കോടീശ്വരനാവാൻ കഴിയും. ഒരു കുടിലതയോടുകൂടി അവൻ തമ്പിയോട് പറഞ്ഞു. അത് നീ പറഞ്ഞ് ശരിയാ മോനെ. പക്ഷെ അയാളിപ്പോൾ ഇവിടെ ഇല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയിലെവിടെ? വല്ല ടൂർ പോയതാണ് അച്ഛാ? അല്ലേടാ, അയാൾക്ക് അങ്ങനെ സ്വന്തം ബന്ധങ്ങളായിട്ട് ആരുമില്ല. അയാളുടെ ഭാര്യ വീട് കേരളത്തിലാണ്. അരവിന്ദ് അങ്ങോട്ടേക്ക് പോയതെന്നാ അയാളുടെ ഓഫീസിൽ പോയപ്പോൾ കിട്ടിയ വിവരം. നീ ഒരു കാര്യം ചെയ്യും മോനെ, പെട്ടെന്ന് നമുക്കെല്ലാവർക്കും കേരളത്തിലേക്ക് എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇനി ഒട്ടും അമാദിച്ചുകൂടാ. പ്രൊപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. പിന്നെ ഇതിന് പിന്നെയുള്ള ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ നിൻ്റെ അമ്മക്ക് ചെറുതായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പണം എന്ന് കേട്ടത് അവൾ ആർത്തളിച്ച് വരാൻ റെഡിയായിരിക്കുക. എന്നാലും സമയം കളയണ്ട, എത്രയും പെട്ടെന്നാണെങ്കിൽ അത്രയും നന്ന്. ശരി, ഞാൻ നമ്മുടെ പിയുടെ പണ്ട് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതും പറഞ്ഞ് ദീപക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ശേഖരൻ തമ്പി എന്തൊക്കെയോ തീരുമാനങ്ങൾ മനസ്സിൽ നെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും എൻ്റെ ഗൗരി, നീ എങ്ങനെയൊക്കെയാണ് ഈ അവസ്ഥ മറികടന്നു പോയത്? ഞാനാണെങ്കിൽ പേടിച്ച് അത്തുപോയനെ. അതിന് ഗൗരി അമ്മുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. തുടങ്ങി അവളുടെ ചിരി. എന്ത് പറഞ്ഞാലും ഇങ്ങനെയാ. എൻ്റെ പെണ്ണ്, എന്നെ രക്ഷിക്കാൻ എൻ്റെ കാശിയേട്ടൻ വരുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പേരാണ് പ്രണയം. അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനടി പേടിക്കുന്നത്? അമ്മുവിനോട് ചോദിച്ചു. അത് നീ പറഞ്ഞ സത്യം. ലോകത്തിൽ നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ പ്രണയിക്കാൻ പറ്റുള്ളൂ. അതെ, സംസാരിച്ചത് മതി. എൻ്റെ കാശിയേട്ടയുടെ തറവാട്ടിലുണ്ട്. നീ ഒന്ന് വേഗം വണ്ടി എടുക്കാമോ? അതെന്താ, പ്രാണസഖിയോർത്ത് പ്രാണനാഥ് ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? അമ്മുവിൻ്റെ ചോദ്യം കേട്ടതും ഗൗരിയുടെ മുഖം വീർത്തു വന്നു. അങ്ങനെയൊന്നല്ല, ഇന്ന് എൻ്റെ കാശിയേട്ടൻ ലീവാ. ഞാൻ ഒരുപാട് പറഞ്ഞ ഇന്ന് കോളേജിൽ പോകണ്ടെന്ന്. പിന്നെ എന്നെ ക്ലാസ് കട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. വേഗം വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് വന്ന. ഗൗരി ഒരു വിഷമത്തോടെ പറഞ്ഞു. അയ്യോ പാവം. അമ്മ അവളെ കളിയാക്കി. എന്നാലേ കാശിയേട്ടൻ്റെ പ്രാണസഖി വേഗം കയറിയാലും സമയം കളയണ്ട. ഭർത്താവ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഭാര്യ വരുന്നത് നോക്കി അമ്മ വേഗം സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇനി നിന്റെ പ്രാണനാഥം കാണാതെ ഇവിടെ ഇരുന്ന് കരയാൻ നിൽക്കേണ്ട. ഡീ പെണ്ണെ, സ്ഥാനം കൂടി ഞാൻ നിന്റെ എടുത്തിയാ. എന്നോട് മര്യാദയ്ക്ക് വേണം സംസാരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ അരവിനോട് പറഞ്ഞു കൊടുക്കും ഈ കല്യാണം വേണ്ടെന്ന്. അയ്യോ എൻ്റെ പൊണ്ണി എടുത്തിയമ്മേ, അങ്ങനെയൊന്നും ചെയ്യില്ലേ. ഞാനൊരു പാവല്ലേ. ഓക്കെ, നീ വണ്ടി എടുക്ക്. അമ്മുവിനും ഗൗരിക്കും ഇടയിൽ പ്രത്യേകിച്ച് സ്വകാര്യതകളൊന്നും ഇല്ലാത്തതിനാൽ അമ്മു ആരോഗ്യ പ്രണയത്തിനെ കുറിച്ച് ഗൗരിയോട് ആദ്യമേ പറഞ്ഞിരുന്നു. തറവാട്ട് പടിക്കൽ വൈകുന്നേരം ഒരു ഓടിക്കാർ വന്നിരുന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നവരെ ഉമ്മർത്തിരിക്കുന്ന മുത്തശ്ശിക്ക് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. ആരാ? അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. അത് പിന്നെ ഇതല്ലേ അരവിന്ദിൻ്റെയും ജാനകിയുടെയും വീട്? അതെ അതെ, നിങ്ങൾ എവിടുന്നാ? കയറിയിരിക്കൂ. മോളെ ജാനകി. മുത്തശ്ശി അകത്തേക്ക് നോക്കി ജാനകിയെ വിളിച്ചു. ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വരിക. അരവിന്ദിനെയും ജാനകിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. സത്യത്തിൽ കേരളത്തിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം കരുതി ഇവിടെ വരാമെന്ന് അയാൾ ദീപുവിനെ നോക്കി മുത്തശ്ശിയോടായി പറഞ്ഞു. അപ്പോഴേക്കും ജാനകി അകത്തുനിന്ന് പുറത്തേക്ക് വന്നിരുന്നു. അവരെ കണ്ടത് അവർക്ക് സന്തോഷമായി. അല്ല, ആരിത് ശേഖരേട്ടനോ? എന്താ പെട്ടെന്ന്? ഒന്ന് വിളിച്ചുകൂടി പറയാതെ? ജാനകി ഒരു പരിഭവത്തോടെ പറഞ്ഞു. അത് പിന്നെ ജാനകി, ഞങ്ങൾക്ക് കേരളത്തിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം കരുതി ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാന്ന്. അരവിന്ദ് ഇവിടെ ജാനകി? അരവിന്ദ് പുറത്തെവിടെയോ പോയതാ. അരവിന്ദിൻ്റെ ഏതൊരു സുഹൃത്തിനെ കാണണ്ടെന്ന് പറഞ്ഞാൽ പോയത്. നിങ്ങൾ എന്തായാലും അകത്തേക്ക് വരും. ഒന്ന് ഫ്രഷായി ചായ തന്നെ കുടിക്കാം. ദീർഘദൂരം യാത്ര കഴിഞ്ഞ് വരികയല്ലേ? അതെ അതെ, കുട്ടികളെ പോയി ഫ്രഷായി വരൂ. അയ്യോ അമ്മേ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ശങ്കരൻ. KM ബിസിനസ് ഇവരുടേതാണ്. അവരുടെ ഒരേ ഒരു മകൻ ദീപക് ദേവ്. ഇത് അവരുടെ ഭാര്യ ഹേമ. ഹേമയുടെ പരിഷ്കാരി ലുക്കൊന്നും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജീൻസ് ഒരു ഷർട്ടായിരുന്നു അവരിട്ടത്. ഹേമക്ക് തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി മുത്തശ്ശി കൈമാറി. കുട്ടികളെ പോയി എന്തെങ്കിലും കഴിക്ക് ചെല്ല്. അതെ വരൂ. അതും പറഞ്ഞ് ജാനകി മുന്നേ നടന്നു. 3 പേരും അവരുടെ പുറകെയും. ദീപു മുകളിലേക്ക് കയറുമ്പോഴായിരുന്നു കാശി താഴോട്ട് ഇറങ്ങി വരുന്നത്. സത്യത്തിൽ അവൻ അവരാരാണെന്ന് വലിയ പിടുത്തില്ലായിരുന്നു. അവർക്കും അങ്ങനെ തന്നെ. എങ്കിലും അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. തിരിച്ച് ശങ്കരൻ്റെ കുടുംബം അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കാശി, ഇത് അരവിന്ദൻ്റെ ബിസിനസ് മേഖലയിലെ സുഹൃത്തും കുടുംബമാണ്. ഹലോ. ഹായ്. ഹേമയുടെ കണ്ണുകൾ ആ സമയം കാശിയുടെ ശരീരത്തിൽ ഒഴുകി നടക്കുകയായിരുന്നു. ആൻറ്റി ഇത്? ദീമോനെ, ഇത് കാശി, എൻ്റെ ആംഗ്ലയുടെ മകനാ. പിന്നെ അവരെന്തോ പറയാൻ പോകുമ്പോഴായിരുന്നു അവരുടെ മൊബൈൽ ബെല്ലടിച്ച്. അരവിന്ദാണല്ലോ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ വരും. ആ കാണുന്ന നിങ്ങളുടെ മുറികൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരും. അപ്പോഴേക്കും ഞാൻ ഭക്ഷണമെല്ലാം എടുത്തു വയ്ക്കാം. അത്രയും പറഞ്ഞ് ജാനകി താഴോട്ട് ഇറങ്ങിപ്പോയി. കാണാട്ടോ. കാശി. ആയിക്കോട്ടെ. ദീപു. അവരിരുവരും പരസ്പരം ഹസ്തദാനം ചെയ്ത് പിരിഞ്ഞു. കാശി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗൗരി നടന്നു വരുന്ന കാശി കാണുന്നത്. ഉമ്മറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും ഇരിക്കുന്നില്ലായിരുന്നു.
അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവിടെയുള്ള മാവിൻ ചുവട്ടിലായി ഒളിഞ്ഞു നിന്നു. അവൾ തറവാട്ടിലേക്ക് എത്താൻ തുടങ്ങിയതും കാശി പുറകിലൂടെ വന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ച് അവൾ എടുത്തുയർത്തി കുളക്കടവിലേക്ക് നടന്നു. ആദ്യം അവളൊന്ന് ഭയന്നെങ്കിലും തന്നെ എടുത്ത് തന്റെ പ്രാണനാണെന്ന് അറിഞ്ഞതും അവൾ മിണ്ടാതെ അവന്റെ കൈക്കുള്ളിലായി ഒതുങ്ങിക്കൂടി. കുളക്കടവിലെത്തിയതും അവളെ താഴെ നിർത്തി അവൻ വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടു. ഇടുപ്പിൽ തന്റെ ഇരുകൈകൾ കുത്തിക്കൊണ്ട് അവൾ അവനോടായി ചോദിച്ചു, എന്താ മോനെ കാശിനാഥ ഉദ്ദേശം? തികച്ചും ദുരുദ്ദേശം മാത്രമാണ് മോളെ. കാശി തന്റെ കണ്ണുകൾ കൊണ്ട് അവളുടെ ശരീരമാകൊന്ന് ഒഴിഞ്ഞു. അത് കണ്ടതും ഗൗരിയുടെ മുഖമാകെ ചുവന്ന് തുടുത്തു. കവിളുകളിൽ ചുവപ്പ് രാശി പടർന്നു. അവനെ നോക്കാൻ സാധിക്കാതെ അവൾ താഴേക്ക് തലതാഴ്ത്തി.